welcome to my YouTube channel Target Nursing. This is my first video. If you like my video, please subscribe and share and press bell button, then go to all option, then you get all video I uploaded. Hi friends, in my first video I explained regarding the important topic of respiratory system. You all know regarding tuberculosis. Tuberculosis repeatedly asking ചെയ്യുന്ന ഒരു പാർട്ടാണ് PSC എക്സാംസിന്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. First one definition ആണ്. Tuberculosis is a potentially fatal contagious disease that can affect almost any part of the body but is mainly an infection of the lungs. നമുക്കറിയാം contagious disease. What do you mean by contagious disease? Contagious disease എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് വളരെ എളുപ്പം തന്നെ ഡ്രോപ്ലെറ്റ് മുഖേനയും അതായത് റെസ്പിറേറ്ററി റൂട്ട് മുഖേന സ്പ്രെഡിങ് ചെയ്യുന്ന ഡിസോർഡേഴ്സാണ് നമ്മൾ കണ്ടാജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂബർകുലോസിസ് അങ്ങനെയുള്ളൊരു കണ്ടാജിയസ് ഡിസോർഡറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം റീസെൻറ്റ് ഔട്ട് ബ്രേക്ക് ആയിട്ടുള്ള സാർസ് ഇറ്റ് ഈസ് എ മെയിൻ കണ്ടാജിയസ് ഡിസോർഡറാണ്. അത് പാൻഡമിക് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ അറിയാം. ഇനി ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന വേർഡ് ഫോമുലേറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ട്യൂബർക്കിൾ എന്ന് പറഞ്ഞാൽ റൗണ്ട് നൊഡ്യൂൾ എന്നാണ് മീനിങ്. ഓസിസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനാണ്. അതായത് ഈ ട്യൂബർകുലോസിസ് എന്ന കണ്ടീഷനിൽ എന്ത് വരുന്നു? ഇറ്റ് ഈസ് എ റൗണ്ട് നൊഡ്യൂൾ ഓർ സ്വെല്ലിങ്സ് ഫോർമേഷൻ വരുന്നു. അത് നമുക്ക് പാത്തോഫിസിയോളജിയിൽ അത് എങ്ങനെയാണ്, ആ സ്വെല്ലിങ്ങിൻ്റെ നെയിം എന്താണ്, ഇതൊക്കെ നമുക്ക് തുടർന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് വൺ കോസറ്റീവ് ഓർഗാനിസം ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഹ്യൂമൻ ബീങ്ങിൽ TB ഉണ്ടാക്കുന്നത്. അതേസമയം ഇറ്റ് ഓൾസോ ബി അഫക്റ്റിംഗ് ആനിമൽസിൽ മൈക്കോബാക്ടീരിയം ബോവിസ് ആണ് ഓർഗാനിസം. അപ്പോൾ അത് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ആനിമലിലെ TB പോസിറ്റീവ് ഓർഗാനിസം ഏതാണ്? മൈക്കോബാക്ടീരിയം ബോവിസ് ആണ് ആനിമലിൽ ഉണ്ടാക്കുന്നത്. പിന്നെയുള്ളത് അതർ പോസിറ്റീവ് ഓർഗാനിസംസ് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് റിമെമ്പറിങ്ങിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മൈക്കോബാക്ടീരിയം അഫ്രിക്കാന, മൈക്കോബാക്ടീരിയം മൈക്രോറ്റി, പിന്നെ ഉള്ളത് നോൺ മൈക്കോബാക്ടീരിയം ജീനസ്. അതായത് മൈക്കോബാക്ടീരിയം ജീനസിൽ വരാത്ത ചില ഏജൻസുകൾ എന്തുണ്ടാക്കുന്നുണ്ട്? TB ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം ലെപ്രെ, മൈക്കോബാക്ടീരിയം ഏവിയം, മൈക്കോബാക്ടീരിയം അസൈറ്റിക്കം. പിന്നെ ഉള്ളത് ചിലത് കോംപ്ലക്സ് ഫോമിൽ വന്നിട്ട് നമ്മുടെ ബോഡിക്കുള്ളിൽ എൻ്റർ ചെയ്തിട്ട് എന്തുണ്ടാക്കാറുണ്ട്? TB കോസ് ചെയ്യാറുണ്ട്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഓർഗാനിസം വന്നിട്ട് അറ്റ് എ ടൈം അതെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വരുന്നു, സൈമൾട്ടേനിയസ്ലി വന്നിട്ട് TB കോസ് ചെയ്യുന്നു. അതിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം അഫ്രിക്കാന, മൈക്കോബാക്ടീരിയം ബോവിസ്, മൈക്കോബാക്ടീരിയം കാനറ്റി ആൻഡ് മൈക്രോബാക്ടീരിയം മൈക്രോറ്റി. These 4 organisms are like a complex model and entering into the body and finally causing tuberculosis. Hope you understand. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്കറിയാം TB എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറി അതിൻ്റെ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിലും അവിടെ നിന്നും അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്തിട്ട് എക്സ്ട്രാ പൾമണറി ഭാഗത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ പൾമണറി TB എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് പ്രൈമറി ആയിട്ടുള്ള ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. അതേസമയം ഇതിൽ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ പൾമണറി ഏരിയാസ് ഏതൊക്കെയാണ്. അപ്പോൾ എക്സ്ട്രാ പൾമണറി TB എന്ന് നമ്മൾ പറയണമെങ്കിൽ TB വിച്ച് അഫക്റ്റിംഗ് ലിംഫ് നോഡ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. 10 സൈറ്റുകളിലൊക്കെയാണ് എക്സ്ട്രാ പൾമണറി TB ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ഒരു സൈറ്റാണ് ലിംഫ് നോഡ്. TB ഓർഗാനിസംസ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലെ എന്ത് ചെയ്യുന്നുണ്ട്? ലിംഫ് നോഡുകളിൽ പോയിട്ട് അവിടെ പോയി എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്ത് അത് ഫർദർ കോംപ്ലിക്കേഷനിലോട്ട് ലീഡ് ചെയ്യാറുണ്ട്. സോ ലിംഫ് നോഡ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പൾമണറി സൈറ്റാണ്. പിന്നെ ഉള്ളത് പ്ലൂറൽ TB. പ്ലൂറ നമുക്കറിയാം ഇറ്റ് ഇസ് എ കവറിങ് ഓഫ് ദ ലങ്സ് ആണ്. വിസറൽ പ്ലൂറയുമുണ്ട്, പരേറ്റൽ പ്ലൂറയുമുണ്ട്. അപ്പോൾ പ്ലൂറൽ TB എന്ന് പറഞ്ഞാൽ അത് അനദർ ഒരു എക്സ്ട്രാ പൾമണറി സൈറ്റാണ്. പിന്നെ ഉള്ളത് അപ്പർ എയർവേ, അതായത് നമ്മുടെ ലങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ്? ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്. എന്നാൽ അത് അപ്പർ എയർവേയിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെയും എന്തുണ്ടാക്കാറുണ്ട്? കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുണ്ട്. പിന്നെ ഉള്ളത് സ്കെലിറ്റൽ TB. നമുക്കറിയാം TB സ്പൈൻ, നമ്മളെല്ലാവരും TB സ്പൈനിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ TB സ്പൈൻ സ്കെലിറ്റൽ സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് ജെനീറ്റോ യൂറിനറി TB ആണ്. പിന്നെ ഉള്ളത് മൈലിയറി TB ഉണ്ട്. പെരികാർഡിയൽ TB, അതായത് പെരികാർഡിയം ഹാർട്ട് ലെയർ ആണ്. സോ ഇത് ഹാർട്ടിനെയും അഫക്റ്റ് ചെയ്യാറുണ്ട്. അതിനെ പെരികാർഡിയൽ TB എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ഉള്ളത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ TB ഉണ്ട്. പിന്നെ ഉള്ളത് CNSൽ ഇത് അഫക്റ്റ് ചെയ്തിട്ട് ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉള്ളത് ലെസ് കോമൺ ഫോംസ്. പിന്നെ ബാക്കിയുള്ളത് ഇത്രയും
ഇതെല്ലാം ലെസ് കോമൺ ഫോംസസ് ആയിട്ടുള്ള ബാക്കി സൈറ്റുകളും ഉണ്ട്. അപ്പോൾ ഇതാണ് എക്സ്ട്രാ പൾമണറി ടി ബിയിൽ വരുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് സിംറ്റംസ് ഓർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് കോമൺ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ടി ബി എന്ന് പറഞ്ഞാൽ പേഴ്സിസ്റ്റൻറ്റ് കഫാണ്. മോസ്റ്റ് കോമൺ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഈസ് ദ പേഴ്സിസ്റ്റൻറ്റ് കഫാണ്. ചെസ്റ്റ് പെയിൻ ഉണ്ടാകാറുണ്ട്. കഫിങ് വിത്ത് ബ്ലഡ് സ്പ്യൂട്ടം, ദാറ്റ് ഈസ് നമ്മൾ ഹീമോപ്റ്റൈസിസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഡിസ്നിയ ഓർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരാറുണ്ട്. യൂറിൻ ഡിസ്കളറേഷൻ, ക്ലൗഡി ആൻഡ് റെഡിഷ് യൂറിൻ, ഫീവർ വിത്ത് ചിൽസ് ആൻഡ് ഫറ്റീഗ്. അപ്പോൾ നമുക്ക് PSC എക്സാംസിന് ചോദിക്കുന്നതാണ് ടി ബി കേസുകളിൽ ടൈപ്പ് ഓഫ് ഫീവർ ഏതാണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടൈപ്പ് ഓഫ് ഫീവർ ഇൻ ടി ബി ലോ ഗ്രേഡ് ഫീവർ ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് ഫീവർ ഇൻ ടി ബി ഏതാ? ലോ ഗ്രേഡ് ഫീവറാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അതർ സിംറ്റംസ് ഉണ്ട്. പേഴ്സിസ്റ്റൻറ്റ് കഫാണ് മോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയാം. പിന്നെ ഹീമോപ്റ്റൈസിസും സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ടൈപ്സ് ഓഫ് ടി ബി. നമ്മൾ പറഞ്ഞു പൾമണറി ടി ബി ഉണ്ട്, എക്സ്ട്രാ പൾമണറി ടി ബി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഫിഗറിൽ തന്നെ കാണാം, മെയിനായിട്ട് ഒരു 7 സിംറ്റംസ്, അത് സ്പെസിഫിക് സിംറ്റംസ് ഓഫ് ടി ബി വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് എലാബറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നൈറ്റ് സ്വെറ്റ് ഒരു സ്പെസിഫിക് സിംറ്റം ഓഫ് ടി ബി ആണ്. അതുപോലെ തന്നെ വീക്ക്നെസ്, അതുപോലെ തന്നെ ഫീവർ നമ്മൾ പറഞ്ഞു ലോ ഗ്രേഡ് ഫീവറാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡ്രൈ കഫ്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, പിന്നെ അതർ GI സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഫീവർ ഓർത്ത് വയ്ക്കുക, ലോ ഗ്രേഡ് ഫീവറാണ്. അതുപോലെ തന്നെ ഒരു പേഴ്സണ് വെയിറ്റ് ലോസും നൈറ്റ് സ്വെറ്റും അതുപോലെ കണ്ടിന്യൂസ് കർഫും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് ടി ബി ആണ് എന്ന്. നെക്സ്റ്റ് വൺ നിങ്ങൾക്കായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്തോജെനിസിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എക്സ്പോഷർ ടു സോഴ്സ്. അത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പേഴ്സൺ സോഴ്സുമായിട്ട് എക്സ്പോഷർ ഉണ്ടാകുന്നു, കൊളനൈസേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ഉണ്ടാകുന്നു. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയ നമ്മൾ ഇൻഹൈൽ ചെയ്യുന്നു. ഇൻഹൈൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി സോഴ്സ് ആയിട്ടുള്ള ലങ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയ വന്നിട്ട് റീച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്ടീരിയ മൾട്ടിപ്ലൈസ് ഇൻ മാക്രോഫേജസ്. നമുക്കറിയാം ടൈപ്പ് 2 ആൽവിയോലാർ സെൽസുകൾ മാക്രോഫേജസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അവിടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. മാക്രോഫേജസിൽ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാകും. അത് ഈ നൊഡ്യൂൾ ഫോർമേഷനെ നമ്മൾ ഗോൺ ഫോക്കെ അല്ലെങ്കിൽ ഗോൺ ട്യൂബർക്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഗോൺ ട്യൂബർക്കിൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് റിമെമ്പർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്ടീരിയ കോസസ് ടു ഗ്രോ, ലീഷൻ കാൽസിഫൈസ്. ഫൈനലി എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലീഷൻ ഉണ്ടാകുകയും അത് കാൽസിഫൈ ചെയ്യുകയും ചെയ്യും. ഇനി എപ്പോഴാണോ ഇമ്മ്യൂണോ സപ്രഷൻ നടക്കുന്നത് അപ്പോഴെന്ത് ചെയ്യും? റീ ആക്ടിവേഷൻ ഓഫ് ടി ബി ഉണ്ടാകും. പിന്നെ വേറൊരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാം, ലീഷൻസ് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു. അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ ബാക്ടീരിയാസ് എന്തായിട്ട് മാറുന്നു? ഒരു നൊഡ്യൂളായി മാറുന്നു. ഗോൺ ഫോക്കെ നമ്മൾ പറഞ്ഞു. ആ ലീഷൻ എന്ത് ചെയ്യുന്നു? ലിക്വിഫൈ ചെയ്യുന്നു. ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പം ഈ ലീഷൻ വന്നിട്ട് ലിക്വിഫൈ ചെയ്യുകയും അതെന്ത് ചെയ്യുകയും ചെയ്യുന്നു? സ്പ്രെഡിങ് ടു ബ്ലഡ് ആൻഡ് ഓർഗൻ. നമുക്കറിയാം എക്സ്ട്രാ പൾമണറി ടി ബി വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സൺ വളരെ കോംപ്ലക്സ് സ്റ്റേജിലോട്ട് കടക്കുക. അപ്പോൾ അത് ബ്ലഡിലോട്ടും ഓർഗനിലോട്ടും സ്പ്രെഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനലി ലീഡിങ് ടു എന്താണ്? ഡെത്താണ്. അപ്പോൾ ഇതാണ് പാത്തോജെനിസിസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ടൈപ്പിൽ പൾമണറി ടി ബി ഉണ്ട്, എക്സ്ട്രാ പൾമണറി ടി ബി ഉണ്ട്. പൾമണറി ടി ബിയിൽ തന്നെ പ്രൈമറി ട്യൂബർക്കുലോസിസ്, ഒന്നും കൂടി ആ പാത്തോജെനിസിസ് തന്നെ ഇതിനകത്ത് ഒന്നും കൂടെ പറയുകയാണ്. പൾമണറി ട്യൂബർക്കുലോസിസ് ഓർ ഗോൺ കോംപ്ലക്സ് വന്നിട്ട് ഫോം ചെയ്യാറുണ്ട്. അത് ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഡാർക്കൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡറി ടി ബി ആണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. ദ ഇൻഫെക്ഷൻ ദാറ്റ് ഇൻഡിവിജ്വൽ ഹു ഹാസ് ബീൻ പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ് ഓർ സെൻസിറ്റൈസ്ഡ് ഈസ് കോൾഡ് സെക്കൻഡറി ഓർ പോസ്റ്റ് പ്രൈമറി ഓർ റീ ഇൻഫെക്ഷൻ ഓർ ക്രോണിക് ട്യൂബർക്കുലോസിസ്. അതായത് ചില ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യാറുണ്ട്? പ്രീവിയസ്ലി തന്നെ ടി ബി പേഴ്സണുമായിട്ട് ഒന്നുകിൽ എക്സ്പോഷർ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ
ആ പർട്ടിക്കുലർ ക്യാരിയറുമായിട്ട് എക്സ്പോഷറായിട്ട് ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി ആ പേഴ്സൻ്റെ ബോഡിയിൽ ആൻറ്റിജൻ ഉണ്ട്. സോ ആൻറ്റിബോഡി ഫോമുലേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ബട്ട് വെൻ ദ ഇമ്മ്യൂണോസ് കോംപ്രമൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാകുന്നു, നമ്മൾ നേരത്തെ പാത്തോജൻസിസിൽ തന്നെ പറഞ്ഞു, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേറ്റ് വരുമ്പോൾ ചില പേഴ്സൺസിന് എന്ത് ചെയ്യാറുണ്ട്, ഈ ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ആൻറ്റിബോഡീസ് വന്നിട്ട് ഫർദർ ആയിട്ടുള്ള ഒരു പാത്തോജൻസിസ് സ്റ്റേറ്റിലോട്ട് പോകും. അങ്ങനെ ഡിസീസ് വന്നിട്ട് ഫർദർ കോംപ്ലക്സ് ഫോമിലോട്ട് പോകും. അപ്പം ചില ആൾക്കാർക്ക് പ്രൈമറി ട്യൂബർക്കുലോസിസ് തന്നെയായിട്ട് വരാറുണ്ട്. ചില ആൾക്കാർക്ക് അത് സെക്കൻഡറി ടൈമിലായിരിക്കും ട്യൂബർക്കുലോസിസ് ആയിട്ട് വരുന്നത്. പ്രൈമറി ടൈമിൽ സംഭവങ്ങൾ ഈ കോംപ്ലക്സും ആൻറ്റിജൻ ആൻറ്റിബോഡിയും എല്ലാം ഉണ്ടാകുമെങ്കിലും സെക്കൻഡറി ടൈമിലായിരിക്കും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേറ്റ് വരികയും അങ്ങനെ അത് കോംപ്ലക്സ് ഫോമിലായി മാറുകയും ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞു തന്നെയാണ്, എക്സ്ട്രാ പൾമണറി ടി ബിയെ പറ്റി ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ലിംഫിനോഡ് ടി ബി ഓർ ട്യൂബർക്കുലർ ലിംഫഡിനൈറ്റിസ്, പ്ലൂറൽ ടി ബി, ടി ബി ഓഫ് ദ അപ്പർ എയർവേ. അപ്പർ എയർവേ എന്ന് പറയുമ്പോൾ ലാരിങ്സ്, ഫാരിങ്സ്, എപ്പിഗ്ലോട്ടിസിലൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ജെനൈറ്റോ യൂറിനറി ടി ബി, അത് സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. ജെനൈറ്റോ യൂറിനറി ടി ബി വന്നു കഴിഞ്ഞാൽ അത് യൂറിനറി സിംറ്റംസ് ആയിട്ടുള്ള യൂറിനറി ഫ്രീക്വൻസി, ഡിസ്യൂറിയ, ഹെമച്ചൂറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സ്കെലിറ്റൽ ടി ബി, സ്കെലിറ്റൽ ടി ബി വന്നിട്ട് എവിടെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, സ്പൈൻ, ഹിപ്പ് ആൻഡ് നീസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സിംറ്റംസിൽ വരുന്നത് പെയിൻ ഇൻ ഹിപ്പ് ജോയിൻറ്റ്സ്, ഇൻ നീസ്, സ്വെല്ലിങ്സ് ഓഫ് ദ നീ ആൻഡ് ട്രോമ വന്നിട്ട് ഫോം ചെയ്യാറുണ്ട്. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ടി ബി ഉണ്ടാകുന്നുണ്ട്. അതായത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടി ബി ഇൻ എനി GI ട്രാക്റ്റ് വരാറുണ്ട്. അതിൻ്റെ കോമൺ സിംറ്റംസ് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ, ഡയേറിയ ആൻഡ് വെയ്റ്റ് ലോസ് കാണിക്കാറുണ്ട്. പിന്നെ ടി ബി മെനിഞ്ചൈറ്റിസ് ആൻഡ് ട്യൂബർക്കുലോമ, 5% ഓഫ് ഓൾ ദ എക്സ്ട്രാ പൾമണറി ടി ബി ആണ് ടി ബി മെനിഞ്ചൈസിലോട്ട് ലീഡിങ് ചെയ്യുന്നത്. റിസൾട്ട്സ് ഫ്രം ഹെമറ്റോജീനസ് സ്പ്രെഡ്, ഹെമറ്റോജീനസ് സ്പ്രെഡ് വഴിയാണ് ഇത് ഫൈനലി CNS പോയിട്ട് ട്യൂബർക്കുലോമ അല്ലെങ്കിൽ ടി ബി മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് ടി ബി പെരിക്കാർഡൈറ്റിസ് ആണ്. പിന്നെ മൈലിയറി ഓർ ഡിസെമിനേറ്റഡ് ടി ബി ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ലെസ് കോമൺ എക്സ്ട്രാ പൾമണറി ടി ബി, ലെസ് കോമൺ സൈറ്റുകളിലേക്ക് പോകാറുണ്ട്. അത് യുവൈറ്റിസ്, പാൻ ഓഫ് താൽമൈറ്റിസ്, ഇത് ഒഫ്താൽമൈറ്റിസ് അറിയാം, അത് ഐനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. യൂവിയ, അതും ഐ പാർട്ടാണ്. യുവൈറ്റിസ്, പെയിൻഫുൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിലേറ്റഡ് ഫാസ്റ്റിക്കുലർ കൺജങ്ക്റ്റിവൈറ്റിസിലേക്കും ലീഡ് ചെയ്യാറുണ്ട്. Thank you all for watching my video. The balanced topic dots therapy, medication and its specific side effect will uploaded in the next video. If you have any suggestion, put it in your comment box. Thank you.